പരസ്യപ്പോര് ചർച്ച ചെയ്യാൻ ഇന്ന് യോഗം. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്കും കെ സുരേന്ദ്രനെതിരെ പാർട്ടിയിൽ പടയൊരുക്കം ശക്തമാകുന്നതിനുമിടെ ബിജെപി നേതൃയോഗം ഇന്ന് കൊച്ചിയിൽ. സുരേന്ദ്രൻ രാജിവെക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമാണ്. എന്നാൽ കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണയുണ്ടെന്ന ആത്മവിശ്വാസത്തിലാണ് സുരേന്ദ്രൻ. കേന്ദ്ര നേതൃത്വത്തെ സുരേന്ദ്രൻ രാജിസന്നദ്ധത അറിയിച്ചതുപോലും നാടകമാണ് എന്നാണ് സുരേന്ദ്രനെ എതിർക്കുന്നവരുടെ നിലപാട്. സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യോഗത്തിന്റെ മുഖ്യ അജണ്ടയാണ്. ഡാനി പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, ഗുഡ് മോർണിംഗ്. സുരേന്ദ്രന് കേന്ദ്രത്തിൽ വിശ്വാസം അർപ്പിച്ച് സുരേന്ദ്രൻ മുന്നോട്ട് പോകുന്നു. അതേസമയം ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു, പക്ഷേ തോൽവി വരുമ്പോൾ മാത്രം പ്രസിഡന്റിന്റെ മേൽ മുഴുവൻ പഴിയും ചാരുന്നത് അത് ശരിയല്ല എന്ന രീതിയിലായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. അതേസമയം സുരേന്ദ്രനെതിരെ ഒരു പടയൊരുക്കം അത് അവിടെ നടക്കുന്നുമുണ്ട്. ഇന്ന് നേതൃയോഗം ചേരുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? അശ്വതി, ഗുഡ് മോർണിംഗ്. ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ബി.ജെ.പിയുടെ നേതൃയോഗമാണ് നടക്കുന്നത്. ഇതിൽ സംഘടനാ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് തെരഞ്ഞെടുപ്പടക്കമുള്ള കാര്യങ്ങൾ പരിഗണനയിലുണ്ട് സംഘടനാപരമായെന്നെല്ലാം തന്നെ പറയുമ്പോഴും ഉപതെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടി തന്നെയാണ് ഇതിലെ ശക്തമായ വിഷയമാകുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പ്രത്യേകിച്ച് പാലക്കാട് നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് ബി.ജെ.പിക്ക് ഉണ്ടായത്. അതിൽ ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വോട്ട് കുറവുണ്ടാകുന്നു. നഗരസഭയിൽ 4000 വോട്ടിൻ്റെ അടക്കമുള്ള കുറവിലേക്ക് വരുന്നു. അതോടൊപ്പം തന്നെ മുൻപ് നേടിയതിനേക്കാൾ 10,000-ഓളം വോട്ടിൻ്റെ കുറവ് ആകെ അതിൽ വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് ആര് ഉത്തരവാദിയാണ് ഈ കാര്യങ്ങൾക്കെല്ലാം എന്നാണ്. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി തങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രാദേശികമായിട്ട് ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഉത്തരവാദി ആര് എന്ന ചോദ്യം ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെയാണ് സന്ദീപ് വാര്യർ ബി.ജെ.പി വിടുന്നത്. സന്ദീപ് വാര്യർ ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു കളത്തിൽ തന്നെയാണ് ബി.ജെ.പി വിടുന്നത്. അദ്ദേഹത്തിൻ്റെ അസ്വാരസ്യങ്ങൾ പരസ്യമാകുന്നു. ഒപ്പം കെ സുരേന്ദ്രൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ അവിടെ ക്യാമ്പ് ചെയ്ത് വർക്ക് ചെയ്യുന്നു. അത് ഇത്രയും കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നു. ശോഭാ സുരേന്ദ്രൻ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. ആദ്യം പരിഗണിക്കപ്പെട്ട പേരുകളിൽ അവരുടേതടക്കമുള്ള പേരുകളുണ്ടാകുന്നു. അതിൽ സമ്മർദ്ദം ചെലുത്തി ചിലർ മാറ്റിയെന്ന ആക്ഷേപങ്ങൾ വരുന്നു. അങ്ങനെ വലിയ ചർച്ചകളുടെ ഒരു ഇടമായിട്ട് ഇന്ന് ബി.ജെ.പി നേതൃയോഗം മാറും. അത് പാലക്കാട് വിഷയത്തിൽ പലർക്കും അഭിപ്രായങ്ങൾ തുറന്നു പറയാനുണ്ട് എന്നത് വ്യക്തമാക്കിയിരിക്കുന്നു. ഇന്നലെ മുൻ കേന്ദ്രമന്ത്രിയും നേതാവുമായ വി മുരളീധരനെ കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞു താൻ പുറത്തൊന്നും പറയാനില്ല, പക്ഷെ തനിക്ക് അഭിപ്രായങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ അത് പറയേണ്ടത് മാധ്യമങ്ങളോടല്ല, താനത് കൃത്യമായി പറയുമെന്ന് പറയുന്നു. നമുക്കറിയാം ഇപ്പോൾ വി മുരളീധരനും കെ സുരേന്ദ്രനുമായുള്ളൊരു അകൽച്ചയുണ്ട് എന്ന പരസ്യമായി ബി.ജെ.പിക്കകത്ത് പറയുന്നൊരു സമയം കൂടിയാണ്. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് കെ സുരേന്ദ്രൻ പറയുന്നത് താൻ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു, മാറി നിൽക്കാനുള്ള സന്നദ്ധത കേന്ദ്രത്തെ അറിയിച്ചിരിക്കുന്നു എന്നതെല്ലാം തന്നെ പറയുന്നതെല്ലാം കൂട്ടി വായിക്കപ്പെടേണ്ടതാണ്. എന്തായാലും കേന്ദ്രം നേതൃത്വം അത് അദ്ദേഹത്തെ സംരക്ഷിക്കുമെന്നൊരു വിശ്വാസം സുരേന്ദ്രനൊപ്പം ഉള്ളവർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഒപ്പം ഇതിൻ്റെ ഈ ഒരു കുറ്റപ്പെടുത്തൽ ചെന്ന് പ്രാദേശിക നേതൃത്വത്തിൽ ചെന്ന് അവസാനിക്കുമോ എന്നും ഉറ്റുനോക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വിമർശനങ്ങൾ പ്രാദേശിക നേതൃത്വത്തിലേക്കൊക്കെ എല്ലാം തന്നെ ഉണ്ടായാൽ അത് വലിയ പൊട്ടിത്തെറിയിലേക്ക് പാലക്കാടിന് ചുറ്റുപാട് തന്നെ മാറുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ എങ്ങനെ ഇന്ന് നേതൃയോഗം കൈകാര്യം ചെയ്യുന്നു എന്നത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇന്ന് ബി.ജെ.പി നേതൃയോഗത്തിൽ കെ സുരേന്ദ്രൻ തന്നെയായിരിക്കും ഇതിലൊരു മുഖ്യമായും ഇതിൽ ഉത്തരങ്ങൾ പറയേണ്ട. അദ്ദേഹത്തിന് നേരെ തന്നെയായിരിക്കും കൂടുതൽ വിമർശനങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമായപ്പോൾ. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ പാർട്ടി ഇന്ന് ചർച്ച ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾ അതിൽ ഏറ്റവും പ്രധാനം പാലക്കാട്ട് നേരിട്ട കനത്ത തിരിച്ചടി തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടുതലായും ഇന്ന് നേതൃയോഗത്തിൽ ഉയർന്നു വരും. ശരി ഡാനി, മറ്റൊന്ന്